സോ അത് വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, റയൽ മാഡ്രിഡിന്റെ കംബാക്ക്. ഇത് സത്യം പറഞ്ഞാൽ എന്നാ ഒരു റൊട്ടീൻ ആയിരിക്കുകയാണ്. ഒരു കംബാക്ക് നിർബന്ധമാ എന്നൊരു വൈബാണ് റയൽ മാഡ്രിഡിന്. മറ്റാരുമല്ല, യൊസല്ലുവിന് ഡബിൾ. അൽമേരിയോടൊപ്പം റെലഗേറ്റായി ന്യൂകാസിൽ റിജക്ട്, സ്റ്റോക്ക് സിറ്റി കളിച്ച യൊസൽ ആരെയും ഓർത്ത കാര്യമാണ് അല്ലേ? 2 വർഷം മുമ്പ് ആ പാരീസിൽ വെച്ച് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണാൻ റയൽ മാഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന യൊസലു 500K ലോണിനെത്തിച്ച് ഇവൻ വേജ് കട്ട് എടുത്ത് പോലും റയലിൽ കളിക്കുന്ന യൊസലു. ഒന്നും പറയാനില്ല ബ്രോ. ദിസ് ഈസ് റയൽ മാഡ്രിഡ് കംബാക്ക് ഹെറിറ്റേജ്. വെറുതെ അല്ല ബ്രോ, റയൽ മാഡ്രിഡ് ഈസ് റയൽ മാഡ്രിഡ്. കംബാക്ക് അവരുടെ ഹെറിറ്റേജ് ആണ്, അവരുടെ DNA-യിലുള്ളതാണ്. സോ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് തന്നെ കോൺട്രവേഴ്ഷ്യൽ കാര്യം പറഞ്ഞു പോയേക്കാം, പിന്നെ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഇന്നലെ ആ ഒരു പ്രോബ്ലി കംബാക്കിനെ കുറച്ച് നിറമങ്ങുന്നത് ആ ഒരു ഓഫ് സൈഡ് കോളിനെ കുറിച്ചാണ്. ആ ഒരു ബോൾ വരുമ്പോഴേക്കും മസ്റായും നമ്മൾ നോക്കുവാണെങ്കിൽ തോമസ് മുള്ളർ ഓഫ് സൈഡിലല്ല, മസ്റായും അതുപോലെ തന്നെ ഡിലൈറ്റും. മസ്റായിലോട്ട് ബോൾ വരുന്നു, മസ്റായി അതെങ്ങനെ ഹെഡ് ചെയ്ത് തോമസ് മുള്ളറിൽ എത്തിക്കുന്നു, തോമസ് മുള്ളർ പാസ് ചെയ്യുന്നു, ഡിലൈറ്റ് സ്കോർ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് റയലിൻ്റെ കുഴപ്പമല്ല, അത് അവിടെ ഒരു ഹ്യൂമൻ എററാണ്, റെഫറിയുടെ കുഴപ്പമാണ്. ശരിയാണ്, അവിടെ ചിലപ്പോൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഓഫ് സൈഡ് ആയേനെ. പക്ഷേ ഫുട്ബോളിലെ റൂൾ എന്താണ്? ഒരു ഓഫ് സൈഡ് പൊസിഷനാണ്. VAR വന്നതിന് ശേഷം തൊട്ട് ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ റെഫറി കോൺഫീൽഡ് വിളിക്കുന്നത് ഒന്ന് ഡിലേ ചെയ്യുക. നമ്മൾ ഇതിനേക്കാളും മുമ്പ് മാർജിനിൽ നിൽക്കുന്ന ഇത് നമ്മളിപ്പോൾ നേക്കഡായി കാണുമ്പോൾ അത് ഓഫ് സൈഡ് ആണെന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. സോ ആ ബോൾ വരുന്നു, ഒന്നെങ്കിൽ അതാണെങ്കിൽ ഗോളായി കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡെഡ് ബോൾ ആയതിനു ശേഷം റെഫറിക്ക് ഫ്ലാഗ് വെക്കാം, ലൈൻസ്മാന് ഫ്ലാഗ് വെക്കാം, അതിനുശേഷം പ്രോബ്ലി VAR ചെക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞാൽ ബോൾ വരുന്നു, ലൈൻസ്മാൻ ഫ്ലാഗ് വെക്കുന്നു. സോ ലൈൻസ്മാൻ ഫ്ലാഗ് വെക്കിയാൽ ഒബ്വിയസ്ലി റെഫറിക്ക് അവിടെ വിസിലടിക്കേണ്ടി വരും. റെഫറി വിസിലടിക്കുന്നു, ഗെയിം അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിലൈറ്റിലോട്ട് ബോൾ വരുമ്പോഴേക്കും അവിടെ ഷോട്ട് എടുക്കുമ്പോഴേക്കും ലൂനിൻ അനങ്ങുന്നില്ല. ലൂനിനാണെങ്കിൽ സേവ് നോക്കുകയൊന്നും ചെയ്യുന്നില്ല, ലൂനിൻ അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സും പ്രോബ്ലം അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. മേ ബി അവിടെ വിസിലടിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൂനിൻ ചിലപ്പോൾ സേവ് ചെയ്തേനെ, ചിലപ്പോൾ റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സ് ബ്ലോക്ക് ചെയ്തേനെ ഡിലൈറ്റിൻ്റെ ഷോട്ട്. സോ മസ്റായി മേ ബി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈറ്റ്ലി ഓഫ് സൈഡ് ആയിരിക്കാം ലൈൻ വരയ്ക്കുക. പക്ഷേ അവിടെ അത് ലൈൻസ്മാൻ ഹ്യൂമൻ എററാണ്. നമ്മൾ റയലിനെയോ മറ്റാരെയോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തതിൽ VAR പോട്ടെ, ലൈൻസ്മാനാണ് അതിന് ഉത്തരവാദി. സോ പുള്ളിയിൽ നിന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുക, പുള്ളിയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ റയൽ മാഡ്രിഡിൻ്റെ കംബാക്സിനെ മറ്റൊന്നും കുറച്ചാണ്ട് ഒരു ആവശ്യമില്ല. അത് മേ ബി ഓഫ് സൈഡ് ആയാലും ഇപ്പം VAR ചെക്ക് ചെയ്യാൻ ഓഫ് സൈഡ് ആയാലും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അവർ വിട്ടേക്കുക. റയൽ മാഡ്രിഡ് തറവലി ഡിസേർവിംഗ് ആയിട്ട് തന്നെയാണ് അവർ കംബാക്ക് അടിച്ച് ജയിച്ച് കയറിയിരിക്കുന്നത്. സോ ഹ്യൂമൻ എററാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഈ കംബാക്കിനെയോ നമ്മൾ ഇതിനെയോ ഒന്നും കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല, ആരും കോൺട്രവേഴ്ഷ്യൽ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിയാണ്, ബയൺ മ്യൂണിക്ക് ചിലപ്പോൾ അത് ഹാർഡായി തോന്നുമായിരിക്കാം, പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അവിടെ പറയാൻ പറ്റത്തില്ല. അവിടെ ആ വിസിൽ അടിച്ചില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ ലുന്നിനെ സേവ് ചെയ്യാനും ചിലപ്പോൾ അത് ബ്ലോക്കും ചെയ്ത് തന്നെ ഷോട്ട്, നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് റെഫറിയുടെ മിസ്റ്റേക്കാണ്, ലൈൻസ്മാൻ്റെ മിസ്റ്റേക്കാണ്. വേറെ ആരെയും ഒരു കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് അല്ല അവിടെ ചെന്ന് ആ ഫ്ലാഗ് ബുക്ക് ചെയ്തോ, അത് ആൻസ്ലോട്ടി ചെന്നല്ല അവിടെ ഫ്ലാഗ് ചെയ്തോ, ആ റെഫറി ബുക്ക് ചെയ്തതാണ്. അതവിടെ ഹ്യൂമൻ എററാണ്, പറഞ്ഞിട്ട് കാര്യമില്ലേ, അത്രേ ഉള്ളൂ. അത് ചിലപ്പം VAR ചെക്ക് ചെയ്തിരുന്ന ചിലപ്പോൾ അത് ഓഫ് സൈഡ് ആണെന്ന് വിധിക്കുകയും ചെയ്തത്. സോ ഇന്നലെ ബയൺ മ്യൂണിക് ആണെങ്കിൽ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ കോളിലല്ല. ഞാൻ അതിലോട്ട് വരാം. അപ്പം കോളിലല്ല, ബയൺ മ്യൂണിക് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിലും തോമസ് ടുച്ചലിൻ്റെ ചില തീരുമാനത്തിലുമാണ് ബയൺ മ്യൂണിക് ഫാൻസ് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. സോ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ പവലോവിച്ചിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റർ ഓഫ് ഗോറച്ക. അതൊരു നല്ല മൂവായിരുന്നു. ആൻഡ് പവലോവിച്ച് ത്രൂ ഔട്ട് ദ ഗെയിം പക്കായിട്ട് തന്നെ കളിച്ചു. ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പാസുകൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന കാര്യത്തിലും. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾക്ക് 0 മിസ് പാസോ മറ്റൊക്കെ ആയിരുന്നു. ആൻഡ് ബയൺ മ്യൂണിക്കിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഹാരി കെയിനും മുസിയാലയും തമ്മിൽ ലിങ്കപ്പ് ചെയ്യുക, ക്ലോസ് ആയിട്ട് കളിക്കുക, സാനയും ഗ്രാംപ്രിയും വൈഡ് ഏരിയാസിലോട്ട് പോവുക. എങ്ങനെയും സാനേനെയും ഗ്രാംപ്രീനെ റിലീസ് ചെയ്യുക ഹാരി കെയിനും മുസിയാല ത്രൂ. പവലോവിച്ച് പല അവസരങ്ങളിൽ നമ്മൾ പവലോവിച്ച് മുസിയാലനെ ഫൈൻഡ് ചെയ്യുന്നു, മുസിയാല കെയിനെ ഫൈൻഡ് ചെയ്യുന്നു, കെയിൻ മുസിയാല കമ്പൈൻ ചെയ്യുന്നു, വൈഡ് ഏരിയാസിൽ സാനേനെയോ ഗ്രാംപ്രീനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നു. നമ്മളത് കാണുകയുണ്ട്. ആൻഡ് സ്ട്രാറ്റജി വാസ് ഗുഡ്. സാനെ വൈഡ് ഏരിയാസിൽ നല്ലപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുന്നു, അണ്ടർലാപ്പിംഗ് റണ്ണുകൾ കിമിച്ച് നടത്തുന്നത് നമ്മൾ കണ്ടു. സോ ഇന്നലെ ബയൺ മ്യൂണിക്ക് കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അവരുടെ ചാൻസുകൾ അവരുടെ പ്ലേയേഴ്സ് കൺവേർട്ട് ചെയ്തല്ലോ എന്നല്ല. സോ ഇന്നലെ ബയൺ മ്യൂണിക് ടീമിൻ്റെ പെർഫോമൻസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. അറ്റാക്കിംഗ് ഏരിയാസിൽ തമ്മിൽ യാതൊരു സിങ്കും ഇല്ലായിരുന്നു. സോ ബയൺ മ്യൂണിക് ഫാൻസും പ്ലേയേഴ്സും ഫ്രസ്ട്രേറ്റഡ് ആവേണ്ടത് ആ ഒരു കാര്യത്തിലാണ്. മാച്ചിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ പല അവസരങ്ങളിലും ഹാരി കെയിൻ ചില സിറ്റുവേഷൻസിൽ ആ ഒരു റണ്ണ് നടത്തുമ്പോഴേക്കും ബോൾ പോകുന്നില്ല, ലെയ്മറിൻ്റെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ആ ഒരു ബോൾ കറക്റ്റ് ടൈമിൽ പോകുന്നില്ല. 1. 2, ഈ വൈഡ് പ്ലേയേഴ്സ് കറക്റ്റ് റൺസ് നടത്തുമ്പോഴേക്കും ഫൈൻഡ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഫൈൻഡ് ചെയ്യുമ്പോഴും അവരുടെ കട്ട് ബാക്സും അവരുടെ ക്രോസസും മോശമാകുന്നുണ്ട്. 1. ഗ്രാബ്രിയുടെ ആ ഒരു സിറ്റുവേഷൻ 1-on-1 വിത്ത് ഗോൾ കീപ്പർ അവിടെ പൂവർ ക്രോസ് കൊടുക്കുന്നു. 2. സാനേനെ കിമിച്ചൊരു സൂപ്പർ പാസ് ത്രൂ
മെൻഡി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ദർ. ബട്ട് കിമിച്ച് ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് സാനെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എന്നിട്ട് എന്താണ് അവിടെ കാണിച്ചത്? സോ ബയൺ മ്യൂണിക് അറ്റാക്കേഴ്സ് തമ്മിൽ യാതൊരു സിങ്കും ഇല്ലായിരുന്നു, യാതൊരു ഐഡിയാസും ഇല്ലായിരുന്നു. ഹാരി കെയ്ൻ ചില സമയത്ത് റണ്ണ് നേരത്തെ നടത്തുന്നു, ചില സമയത്ത് റണ്ണ് നടത്തുമ്പോൾ ബോൾ വരുന്നില്ല. സോ ഒബ്വിയസ്ലി അവിടെ ഒരു ക്ലിയർ സ്ട്രക്ചർ ഇല്ലായിരുന്നു. സോ അത് തോമസ് ട്വിച്ചറിൻ്റെയും കുറ്റമാണ്, പ്ലേയേഴ്സിൻ്റെയും കുറ്റമാണ്. സോ ബയൺ മ്യൂണിക് കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആ ഒരു ഇതിലാണ്. അപ്പോഴത്തെ റയൽ മാഡ്രിഡ് ടീമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട് ക്രൂസ് കൺട്രോൾ മോഡിലായിരുന്നു. അതുപോലെ തന്നെ വിനി ജൂനിയർ, ഞാൻ ഇപ്പോഴും പറയാണ്, ദ വേ തിങ്സ് ആർ ഗോയിങ്. ഇന്നലെ കിമിച്ചിനെ വിനി ജൂനിയർ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ എന്നാ പറയുക, വിക്രത്തിൽ നമ്മുടെ കമലഹാസൻ ഇൻ്റർവെൽ ടൈമിൽ കാണിക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് തന്നെയാണ്. വിനി ജൂനിയർ നശിപ്പിച്ചു കിമിച്ചിനെ. വിനി ജൂനിയർ ഡിന്നറിന് കിമിച്ചിനെയാണ്. ഒന്നും പറയാനില്ല ബ്രോ. ഇന്നലെ വിനി ജൂനിയർ, ദ വേ വിനി ജൂനിയർ ഈസ് ഗോയിങ്, എനിക്ക് തോന്നുന്നു പ്രോബബ്ലി വേൾഡിലെ ബെസ്റ്റ് പ്ലെയറായി മാറാൻ പോകുന്നത്. ദ വേ ഈസ് ഗോയിങ്, എംബാപ്പയ്ക്കും ഹാലൻഡിനും എല്ലാം മേളിൽ പ്രോബ്ലി ദ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ ആവുന്ന ഒരു വൈബ് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ആൻസലോട്ടി പുള്ളി ഒരു മോൺസ്റ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ റയൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവർ ഓവർലോഡ് ചെയ്യുന്നുണ്ട്, പക്കായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഓവർലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ചാൻസും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വരുന്നുണ്ട്. കർവഹാലിൻ്റെ ക്രോസ് ജസ്റ്റ് റോഡ്രിഗോ വൈഡായിട്ട് പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു ഐറ്റം നോക്കുക. അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവർ ഓവർലോഡ് ചെയ്യുന്നു, വിനിയിൽ ബോൾ എത്തുന്നു, കർവഹാൽ അവിടെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു, വിനി കർവഹാലിനെ ഫൈൻഡ് ചെയ്യുന്നതാണ് സൂപ്പർ ബോൾ ഇൻ ടു ദ ബോക്സ്. നിങ്ങൾ നോക്കാനായിട്ടാണ് റോഡ്രിഗോ, വിനി തൊട്ട് പുറകെ, ബെല്ലിംഗം വാസ് ഇൻസൈഡ് ദ ബോക്സ്, മെൻഡി തൊട്ട് പുറകിലുണ്ട്. സോ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഇവർ ഈ ട്രാൻസിഷനിൽ വന്നതിന് ശേഷം ബോക്സിലോട്ട് ക്രോസ് വരുമ്പോഴേക്കും അവർ പ്ലേയേഴ്സിനെ അവർ മാക്സിമം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ബെല്ലിംഗം ആവാം, ഇവ മെൻഡി ആവാം. ചില സിറ്റുവേഷൻസിൽ അവിടെ ഈവൻ നമ്മൾ നോക്കാനായിട്ട് വാൽവേറെ അറൈവ് ചെയ്യുന്നത് കാണാം, പലരും അറൈവ് ചെയ്യുന്നത് കാണാം. സോ അവിടെ ബോക്സിൽ ക്രോസസ് വരുമ്പോൾ ബോഡീസ് അവിടെ ഉണ്ടായിരിക്കണം. പല ടീമുകൾക്കും ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയാണത്. റയൽ മാഡ്രിഡ് ഈവൻ വിത്തൗട്ട് എ ട്രഡീഷണൽ സെൻറ്റർ ഫോർവേഡ് നിങ്ങൾക്ക് കാണാം, അവിടെ ബോഡീസ് അവർ കമ്മിറ്റ് ചെയ്തിരിക്കും. ബോക്സിൽ ക്രോസസ് വരുമ്പോൾ അവർക്കറിയാം അത് എപ്പോൾ വരുമെന്ന്. റയൽ മാഡ്രിഡ് ഇന്നലെ നമ്മൾ കണ്ടു എത്ര ചാൻസുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മറ്റൊരു സിറ്റുവേഷൻ മേ ബി അത് ഗോളാവുമായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ റൂൾ ഔട്ട് ചെയ്തേനെ. കാരണം ആ ഒരു ബോൾ രണ്ടാമത്തെ ബോളും പിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ത്രോയിൻ എടുക്കുന്നു, അവിടെ വിനി ജൂനിയറിൻ്റെ ഷോട്ട് ന്യൂ ഇയർ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റീബൗണ്ട് റോഡ്രിയുടെ ഷോട്ടും സേവ് ചെയ്യുന്നു. സോ ന്യൂ ഇയർ ഇന്നലെ ഓവറോൾ പ്രോബ്ലി ബയൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ പിച്ചിൽ ആരായിരുന്നു ചോദിച്ചാൽ പ്രോബ്ലി ബയൻ ഇന്നലെ കിടക്കുമായിരുന്നെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടേണ്ടത് പ്ലെയർ ആയിരുന്നു ന്യൂ ഇയർ. ഓവറോൾ ഗെയിമിൽ ഭയങ്കര തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരുവാണ്. ഫസ്റ്റ് ഹാഫിൽ ഒബ്വിയസ്ലി ബെറ്റർ സൈഡ് റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. റയൽ മാഡ്രിഡ് അറ്റ്ലീസ്റ്റ് ഒരു ഗോളിൽ സ്കോർ ചെയ്യാത്തതിൽ വിഷമം കാണും, ഫ്രസ്ട്രേഷൻ കാണുമായിരിക്കും. അപ്പുറത്ത് ബയൺ മ്യൂണിക്കിന് നല്ല ചാൻസുകളുണ്ടായിരുന്നു. അവരുടെ ഫൈനൽ തേർഡിൽ അവരുടെ പെർഫോമൻസ് ഇച്ചിരി പറയുകയാണ്. ഹാരി കെയ്ൻ ഇന്നലെ അത്യാവശ്യം നല്ലപോലെ തന്നെ ലിങ്ക് പ്ലേയിലൊക്കെ ഇൻവോൾവ് വരുന്നുണ്ടായിരുന്നു. ബട്ട് ഹാരി കെയിൻ്റെ റൺസ് അവർ ഫൈൻ ചെയ്യുന്നില്ല. ഹാരി കെയ്ൻ ഇവന്തോ കറക്റ്റ് ടൈമിങ് വെച്ചാൽ റൺസ് നടത്തുന്നില്ല. പിന്നെ ഹാരി കെയിൻ്റെ ഒരു ഷോട്ട് ലുനിൻ്റെ ഒരു ഫിംഗർ ടിപ്പ് സേവ് അതൊരു നൈസ് സാധനമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഓവറോൾ കഴിയുകയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ വരുമ്പോഴേക്കും ചെറിയൊരു ടാക്ടിക്കൽ ചേഞ്ച് എന്നല്ല, നമ്മൾ നോക്കാനാണെങ്കിൽ റയൽ മാഡ്രിഡ് പ്രസ് ചെയ്യുന്ന നമ്മളാണ് ഓരോരോ പ്ലേയേഴ്സിനെ ചേർന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് ആ ഒരു പാസിംഗ് ഓപ്ഷൻ ലിമിറ്റഡ് ആക്കുന്നുണ്ട്. സോ ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം ഡിലൈറ്റിൻ്റെ പെർഫോമൻസ് ആണ്. ഡിലൈറ്റ് ഫസ്റ്റ് ഹാഫിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചെന്ന് പറയാം. ഓവറോൾ 1-2 സിറ്റുവേഷൻസ് അറിയാം, ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും നൈസായിട്ട് തന്നെ വിനി ജൂനിയറിനാണെങ്കിലും റോഡ്രിഗോനെയൊക്കെ ആണെങ്കിലും ഈവൻ ബെല്ലിംഗമിനെയൊക്കെ ആണെങ്കിലും അത്യാവശ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾ കമ്മിറ്റ് ചെയ്യുന്നില്ലായിരുന്നു, എക്സ്ട്രാ അഗ്രസീവ്ലി ചെന്ന് കമ്മിറ്റ് ചെയ്ത് ബിഹൈൻഡ് സ്പേസ് കൊടുക്കുന്നില്ലായിരുന്നു. സോ ദാറ്റ് വാസ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ചെറിയ സ്വിച്ച് നമ്മൾ കണ്ടത് കൂടുതൽ ലോങ് പോകാനായിട്ട് ബയൺ മ്യൂണിക്ക് തുടങ്ങി. സോ ബയൺ മ്യൂണിക്കിൻ്റെ കാലി ബോൾ കിട്ടുന്നു, പല അവസരങ്ങളിലും അവർ ലോങ് ബോൾ ഇടുന്നു. ആ ഒരു പ്രഷറുണ്ടല്ലോ മാഡ്രിഡ്. ഇപ്പം നമ്മൾ നോക്കാനായിട്ട് ഡിഫൻഡേഴ്സിനെ അവരുടെ 2 ഫോർവേഡ്സ് വന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 2 മിഡ്ഫീൽഡേഴ്സിനെ റയലിലെ 2 ഹോൾ മിഡ്ഫീൽഡേഴ്സ് വന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ഒബ്വിയസ്ലി അവർ കൂടുതൽ ഡയറക്റ്റ് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ചുകൂടെ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ബയൺ മ്യൂണിക് ആദ്യമേ കുറച്ച് ചെറിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അവരത് കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അൽഫോൺസോ ഡേവിസിൻ്റെ ഒരു അവസരം നമ്മൾ ജസ്റ്റ് പോകുന്നുണ്ട് ഹാരി കെയ്ൻ ഫൈൻഡ് ചെയ്തതിന് അതിനുശേഷം എടുത്ത് പറഞ്ഞിട്ട് വിനി ജൂനിയറിൻ്റെ 60-ാം മിനിറ്റിൽ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പോലെ, പ്രോബ്ലി ദ സേവ് ഓഫ് ദ മാച്ച് എന്ന് തന്നെ പറയുന്ന ഒരു ഐറ്റം. ആ ഒരു വിനി ജൂനിയറിലോട്ട് ബോൾ വരികയാണ്. ഇപ്പം നിങ്ങൾ കണ്ട മറ്റൊരു കാര്യം കാണാം, മെൻഡി ഇൻവേർട്ട് ചെയ്ത് കയറുകയാണ്. മെൻഡി ഇൻവേർട്ട് ചെയ്യുന്നു. സാനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ കണ്ടു പല അവസരങ്ങളിലും മെൻഡി എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സോണിൽ 2 പ്ലേയേഴ്സാണല്ലോ മാക്സിമം വേണ്ടത്. സോ അവർ മെൻഡീനെ ഇൻവേർട്ട് ചെയ്ത് കയറ്റിക്കുന്നു. സാനെ ആരെ മാർക്ക് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നു. സാനെ മെൻഡിയോടൊപ്പം പോകുന്നു. അവിടെ വിനി ജൂനിയർ ഫ്രീ ആവുന്നു. പല അവസരങ്ങളിലും വിനി ജൂനിയറിനെ ഫൈൻഡ് ചെയ്യുക. സോ ഒരു സിറ്റുവേഷൻ വിനി ജൂനിയറിലോട്ട് ബോൾ എത്തുന്നു. ഐ ആം വിനി ജൂനിയർ മാൻ, ഐ ക്യാൻ ടേക്ക് ഓൺ എനി ബഡി എന്ന് പറഞ്ഞ് വിനി ജൂനിയർ റണ്ണ് നടത്തിയിട്ട് ഒരു പ്രൈം CR7 ടൈപ്പ് ഓഫ് റണ്ണ് നടത്തിയിട്ട് ഒരു ഷോട്ട് എടുക്കുകയാണ്. ന്യൂ ഇയറിൻ്റെ ഒരു 1.5 സേവ്.
അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മുസിയാല വാസ് ലൈക്ക് ഓക്കെ എന്നാൽ ഞാൻ കാണിച്ച ആരാണെന്ന് പറഞ്ഞു മുസിയാലയുടെ ഒരു റണ്ണ് ഷോട്ട്, ലുനിൻ്റെ ഒരു സൈഡ്. സോ രണ്ട് ടോപ്പ് ടാലന്റുകൾ അവരുടെ ഡിസ്പ്ലേ കാണിക്കുകയാണ്. ബട്ട് ഈവെന്തോ രണ്ടുപേരും സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാലും മുസിയാലയേക്കാൾ ഇന്നലെ ഷൈൻ ചെയ്തു, ഇന്നലെ ഗെയിം റൺ ചെയ്തു. വിനി ജൂനിയർ ആണ്, ഇറ്റ്സ് എ ട്രീറ്റ് ടു വാച്ച് വിനി ജൂനിയർ. പിന്നെ ബെല്ലിംഗമിന്റെ കാര്യം കുറേ പേര് പറയും. ബെല്ലിംഗം ഇന്നലെ ബ്രോ അടിപൊളിയായിരുന്നു. ബെല്ലിംഗം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സീസൺ സ്റ്റാർട്ടിലെ റോൾ അല്ല ഇപ്പോൾ ഉള്ളത്. അറ്റാക്കിംഗ് ഏരിയാസിനേക്കാൾ നമ്മൾ ഈസ് പ്ലേയിങ് ആസ് എ പ്രോപ്പർ ബോക്സ് ടു ബോക്സ് ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡർ. ആളുടെ ഡിഫൻസീവ് വർക്ക്ലോഡ്സ് ഒക്കെ ഇന്നലെ സൂപ്പർബായിരുന്നു. ഇന്നലെയൊക്കെ 1-2 ഇൻസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു ഹാരി കെയിൻ്റെ ഒക്കെ റൺസ് പുള്ളി ട്രാക്ക് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളി ഓവറോൾ ടീമേറ്റ്സിനെ ഫൈൻഡ് ചെയ്യുന്ന തരത്തിൽ, അതായത് ടീമേറ്റ്സിന് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ബോൾ വിൻ ചെയ്യുന്നു. ആളുടെ വർക്ക് ലോഡ് ഇന്നലെ സൂപ്പർബായിരുന്നു. ആളൊരു ചെറിയ ഇഞ്ചറിയും വെച്ചാണ് ഇന്നലെ 90 മിനിറ്റ്സോളം കളിച്ചത്. ആൻഡ് ഹി വാസ് എക്സലൻറ്റ്. ഓൾ ഓവർ ദ പിച്ച് കവർ കൊടുക്കുന്നതാണ്. ഓൺ പേപ്പർ ഗോൾസോ അസിസ്റ്റോ വരത്തില്ലായിരിക്കും, പക്ഷേ ഇസ് എഫേർട്ട് അടിപൊളിയായിരുന്നു ഇന്നലെ ജൂഡ് ബെല്ലിങ്ങിൻ്റെ. എടുത്തു പറയേണ്ടതാണ്, ജൂഡ് ബെല്ലിങ്ങം റിയലി ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. സോ ആ ഗോൾ വരുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയുണ്ടായി. സോ ആ ഗോള് റയൽ മാഡ്രിഡിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഗോളല്ലേ. ഇപ്പോൾ റയൽ മാഡ്രിഡ് സാധാരണ ട്രാൻസിഷനിൽ എങ്ങനെയാണ് ഹേർട്ട് ചെയ്യുന്നത്, ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിലൂടെയാണ് അവിടെ ആരായിരുന്നു അൽഫോൺസോ ഡേവിസ് ത്രൂ അവിടെ സ്കോർ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ഡിഫൻസ് കുറച്ച് കോട്ടപ്പായി. അവിടെ അൽഫോൺസോ ഡേവിസിൻ്റെ ഒരു സൂപ്പർ ഗോളായിരുന്നു, ഒന്നും പറയാനില്ല. അതൊരു നല്ല ഗോൾ തന്നെയായിരുന്നു. ക്രെഡിറ്റ് ടു മോസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റ് അൽഫോൺസോ ഡേവിസിന് തന്നെയാണ് ആ ഗോളിൽ പോകേണ്ടത്. അടിപൊളി ഒരു ഫിനിഷ് തന്നെയായിരുന്നു അൽഫോൺസോ ഡേവിസിൻ്റെ. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 1-0 ആവുകയാണ്. റയൽ മാഡ്രിഡ് കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. ഇപ്പോൾ ക്രൂസിനെ മാറ്റുന്നു, മോഡ്രിച്ച് വരുന്നു, കമോവിങ്ക വരുന്നു, ചൊമിനിക്ക് വരുമെന്ന് തോന്നുന്നു. അതെ. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് അങ്ങനെ നമ്മുടെ ബ്രഹീം ഡിയാസ് വരുന്നു, യോസെല്ലു വരുന്നു. സോ യോസെല്ലു ദാറ്റ് വാസ് എ ഗുഡ് മൂവ്. കാരണം യോസെല്ലു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു പ്രസൻസ് ബോക്സ് വരികയാണ്. സോ ക്രോസസ് വരുമ്പോഴാണ് ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്യുക, വിനി ജൂണിയറിന് കൂടുതൽ സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, പറ്റുവാണെങ്കിൽ റോഡ്രിഗോയ്ക്കും സ്പേസസ് ക്രിയേറ്റ് ചെയ്യുക. സോ ആ ഒരു യോസെല്ലുവിൻ്റെ പ്രസൻസ് വന്നത് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ടാർഗറ്റ് കിട്ടുകയാണ് ബോക്സിലോട്ട് ക്രോസസ് ഇടാനായിട്ടും. ബോക്സിലൊരു നമ്മൾ പറയത്തില്ല ഒരു ടാർഗറ്റ് മാൻ എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. റയൽ മാഡ്രിഡ് വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഒരു ഗോൾ അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ആണെങ്കിൽ സെറ്റ് പീസ് ത്രൂ. പക്ഷേ അതാണെങ്കിൽ അവിടെ VAR റെഫറിയുടെ കോൾ കറക്റ്റ് ആയിരുന്നു. അവിടെ നാച്ചോ കിമിച്ചിനെ തോന്നുന്നു ഫൗൾ ചെയ്തിടുന്നുണ്ട്. അതിലൊരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല. ആൻഡ് ലുക്കിത്ത ആൻഡിക്ക് പ്രോബ്ലി ഇന്നലെ കംബാക്ക് നടത്തിയതിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് ലുക്കിത്ത ആൻഡിക്ക്. സോ ലുക്കിത്ത ആൻഡി നമ്മുടെ ലുക്ക മോഡ്രിച്ച് ആണെങ്കിൽ ഇന്നലെ ബോൾ റിസീവ് ചെയ്തു. ഇന്നലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ടീംമേറ്റ്സിനെ ഫൈൻഡ് ചെയ്യുന്നു, ക്രോസസ് ബോക്സിലോട്ട് വരുന്നു, ജസ്റ്റ് മിസ് ചെയ്യുകയാണ് അവിടെ. അതിനുശേഷം റോഡ്രിഗോയുടെ ഒരു ഷോട്ട് ജസ്റ്റ് വൈഡ് പോകുന്നത് നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിലായിരുന്നു അല്ലേ, സോറി, വിനി ജൂനിയറിൻ്റെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. റോഡ്രിഗോ ഇന്നലെ ഓവറോൾ ലുക്ക് ഗുഡ്, പക്ഷേ എന്നാലും പ്രോബ്ലി ആളൊരു ഗോളിലും അടിക്കേണ്ടതായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഹാഫിലെ സിറ്റുവേഷൻ ഇപ്പോൾ മനസ്സിലോട്ട് വിട്ടത്. സോ അതാണ് ഇടയ്ക്ക് കയറിയത്. അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. റയൽ മാഡ്രിഡ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പുറത്ത് ബയൺ മ്യൂണിക്ക് സത്യം പറഞ്ഞാൽ അവർ കിട്ടിയ അവസരങ്ങൾ കൺവേർട്ട് ചെയ്തില്ല. ഈവൻ ദോ ആ ഒരു സിറ്റുവേഷൻസിലും ബയൺ മ്യൂണിക് ഷുഡ് ഹാവ് ഹേർഡ് റയൽ മാഡ്രിഡ് കുറച്ച് കമ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഇതൊക്കെയാണ് ഡിഫറൻസ് ആകുന്നത്. അതാണ് പറഞ്ഞത്, ബയൺ മ്യൂണിക്ക് ആ ഒരു കോളിനെ, ആ ഒരു കോസേ കോളിനെ കടന്ന് കോൺട്രവേഴ്സി ആക്കാതെ ആ ഒരു സിറ്റുവേഷനിൽ ഈവൻ ദോ റയൽ 1-0 പുറകെ നിൽക്കുമ്പോൾ പല സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. ആ ഒരു പ്രോപ്പർ കറക്റ്റ് പാസ് പോകുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് 1-on-1 അഗെയിൻസ്റ്റ് ഗോൾ കീപ്പർ വരാൻ പറ്റുന്ന നല്ല സിറ്റുവേഷൻസ് ബയൺ മ്യൂണിക്ക് അറ്റാക്കേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ആൻഡ് തോമസ് ട്യുച്ചൽ കളി മുന്നോട്ട് പോകുമ്പോഴേക്കും ഇറ്റ്സ് റയൽ മാഡ്രിഡ്, ഇറ്റ്സ് ബെർണബ്യൂ, വൈ ആർ യു ടേക്കിംഗ് ഓഫ് ഹാരി കെയ്ൻ, മുസിയാല, സാനെ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് എന്ന് നമ്മൾ പറയും. റയൽ മാഡ്രിഡ് അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് ഒരെണ്ണം തിരിച്ചടിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ 10 മിനിറ്റ് ആഡ് ഓൺ ടൈം ആണെങ്കിൽ ആ 9 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് കംബാക്ക് നടത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് റയലിനുണ്ട്. സോ അങ്ങനെയുള്ള ഇരിക്കുക 1 ഗോൾ ലീഡ് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇത് ആർസണൽ അഗെയിൻസ്റ്റ് കളിക്കുന്ന പോലെ അല്ല റയലിന് അഗെയിൻസ്റ്റ്. ദേ വിൽ മേക്ക് എ കംബാക്ക്. ആൻഡ് മുസിയാല, കെയ്ൻ, സാനെ, റയൽ കുറച്ചുകൂടി ഫ്രീഡം ആവുകയാണ്. ഹാരി കെയ്നെ, മുസിയാല, സാനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ അവർക്ക് തന്നെ കുറച്ചുകൂടി ഈസിയാണ്. അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ബോഡീസ് കമ്മിറ്റ് ചെയ്യാം. ചിപ്പി മോട്ടാങ്ങി ഹാരി കെയ്നോ മുസിയാലയോ ഒന്നുമല്ല. സോ ദാറ്റ് വാസ് എ ഡ്രെഡ്ഫുൾ ഡിസിഷൻ ടു ടേക്ക് ഓൾ ഓഫ് ദം ഓഫ്. അത് തോമസ് ട്യുച്ചൽ എന്ന് പറയുന്ന കോച്ചിൻ്റെ ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അവിടെ അത് കാണിച്ചത്. അറ്റ്ലീസ്റ്റ് 2 പേരെയും, അറ്റ്ലീസ്റ്റ് ഒരാളെയും അവിടെ, എസ്പെഷ്യലി ഹാരിക്കേനെ അവിടെ പിച്ച് നിർത്തണമായിരുന്നു. ആൻഡ് മുസിയാലേനെ മാറ്റുന്നു, സാധനം വരുന്നത്, അറ്റ്ലീസ്റ്റ് ഹാരിക്കേനെയല്ലോ പിച്ച് നിർത്തണമായിരുന്നു. ദാറ്റ് വാസ് റിയലി പുവർ ഡിസിഷൻ. ആൻഡ് ഗോൾ വന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാനുവൽ ന്യൂയറിനെ ബ്ലെയിം വരികയാണ്. മാനുവൽ ന്യൂയർ എക്സലൻ്റ് ആയിരുന്നു ത്രൂ ഔട്ട് ദ മാച്ച്, ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ ആ ഗോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനുവൽ ന്യൂയറിൻ്റെ ആ മിസ്റ്റേക്കിന് മുമ്പ് തന്നെ വരികയാണ്.
മാനുവർ ഫസ്റ്റ് തന്നെ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അൽഫോൺസോ ഡേവിസിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നു, അത് അണ്ടർ ഹിറ്റ് ആവുന്നു, ലൂക്ക മോഡ്രിച്ച് അത് വിൻ ചെയ്യുകയാണ്. അതിനുശേഷം ആ ബോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനി ജൂനിയറിൽ എത്തുകയാണ്. അവിടെ പൂവർ ഡിഫെൻഡിങ് ആണ് നമ്മൾ കാണുന്നത്, പൂവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ആണ് നമ്മൾ കാണുന്നത്. വിനി ജൂനിയറിനെ അവിടെ 2 players ഉണ്ട് ബയറിൻ്റെ അഗേൻസ്റ്റ്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഷോട്ട് എടുക്കാൻ ഒരിക്കലും അനുവദിക്കരുതായിരുന്നു. ഒന്ന്, ഫസ്റ്റ് ന്യൂയർ അവിടെ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്നു, അണ്ടർ ഹിറ്റ് ചെയ്യുന്നു. 2, അവിടെ പൂവർ ഫോം ഓഫ് ഡിഫെൻഡിങ് ഫ്രം ബോത്ത് ദ ഡിഫൻഡേഴ്സ്. വിനി ജൂനിയർ അത് ഷോട്ട് എടുക്കുന്നു, സ്പില്ല് ചെയ്യുന്നു, യൊസലു വന്നു അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് പറഞ്ഞത്, അവിടെ ഒരിക്കലും ആ 2 മിസ്റ്റേക്സ്, തേർഡ് മിസ്റ്റേക്ക് ഫ്രം ന്യൂയറിൽ ഫൈനൽ ആ സ്പില്ല് ചെയ്യുന്ന വരുന്നതിന് മുമ്പ് 2 മിസ്റ്റേക്സ് ന്യൂയറും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ബയൺ മ്യൂണിക് ഡിഫൻഡേഴ്സും കമ്മിറ്റ് ചെയ്യുന്നു. ഒരിക്കലും അവിടെ വിനി ജൂനിയർ ഷോട്ട് എടുക്കാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരിക്കലും വിനി ജൂനിയർ അവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ പാടില്ല. എന്ന് ദേ ഷുഡ് ഹാവ് ബ്ലോക്ക് ദാറ്റ്. പൂവർ പീസ് ഓഫ് ഡിഫെൻഡിങ്. 1-1 ആക്കുന്നു, കളി ടൈറ്റ് ആക്കുന്നു. അതിനുശേഷം പ്രഷറിലാവുകയാണ്, ബയൺ മ്യൂണിക്ക് ക്രംബിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഗോൾ ഇപ്പം വരും ഉറപ്പായിരുന്നു. കാരണം നമ്മൾ കണ്ടു പിന്നീട് അങ്ങോട്ട് ബയൺ മ്യൂണിക്ക് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന എല്ലാം മിസ്പാസ് ആവുന്നു, ബോൾ റിസീവ് ചെയ്ത് റയൽ കണ്ടിന്യൂസ് അറ്റാക്ക് ചെയ്യുന്നു, അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക് വരുന്നു. ബ്രഹീം ഡിയാസിൻ്റെ ആ ബോക്സിൽ കിടന്ന് നമ്മൾ കുറേ ഷോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ബ്രഹീം ഡിയാസിൻ്റെ ഷോട്ടൊക്കെ ഡിഫ്ലക്ട് ചെയ്തു പോകുന്ന കാണുന്നു. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം, ബയൺ മ്യൂണിക് പ്രഷറിലാവുകയാണ്. ബയൺ മ്യൂണിക്കിന് അപ്പ് ഫ്രണ്ട് കമ്മിറ്റ് ചെയ്യാനായിട്ടോ അഥവാ ഒന്ന് ഫൈൻഡ് ചെയ്യാനായിട്ടോ അപ്പോഴൊന്ന് തോമസ് ടച്ചൽ ഓർക്കുമായിരിക്കും, ഹാരി കെയ്ൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് മുസിയാല ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധനം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴാൾ ഓർത്ത് കാണും അല്ലേ. ആൻഡ് ഇറ്റ്സ് സച്ച് എ പൂർ ഡിസിഷനായിട്ട് അപ്പം തോമസ് ടച്ചൽ ഓർത്താണ്, അയ്യോ അറ്റ്ലീസ്റ്റ് ഹാരി കെയ്ൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ആൻഡ് റയൽ മാഡ്രിഡ് ഇപ്പം ഗോൾ അടിക്കും എന്ന് പറഞ്ഞ് വരികയാണ്. ആൻഡ് അടുത്ത ഗോൾ വരികയാണ്. സോ നിങ്ങൾ ആ ഗോൾ വന്ന രീതി നോക്കുക. അവിടെ കർവാഹാളിൽ ബോൾ എത്തുകയാണ്, ആ ഒരു ബോക്സ് എഡ്ജ് ഓഫ് ദ ബോക്സ് നിങ്ങൾ കണ്ടു കാണുക. ഈസി ആയിട്ട് ആൾക്ക് ബാക്ക് നിൽക്കുന്ന ബ്രഹീം ഡിയാസിനെ ഫൈൻഡ് ചെയ്യുന്നു. ബട്ട് അവിടെയൊക്കെയാണ് ഞാൻ പറയുന്നില്ല, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എന്താ പറയുക, ആ മാച്ചിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ഇത്, ആ ബോൾ റിസീവ് ചെയ്യുന്നു, ആൾ നോക്കുക, ആൾക്ക് ടേൺ ചെയ്യാൻ സ്പേസ് ഉണ്ട്, ആൾ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ടേൺ ചെയ്യുന്നു. അവിടെ റുഡിഗർ നൈസായിട്ട് തന്നെ ആ ഒരു ഓപ്ഷനായിട്ട് അവിടെ വൈഡ് ഏരിയയിൽ നിൽക്കുന്ന കാണുന്നു. റുഡിഗറിനെ ആൾ ഫൈൻഡ് ചെയ്യുന്നു. ഈസി ആയിട്ട് ബ്രഹീം ഡിയാസിലോട്ട് ആൾക്ക് ബാക്ക് പാസ് കൊടുക്കുന്നത്. ബ്രഹീം ഡിയാസ് ഷോട്ട് എടുത്ത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഡിഫ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ വെളിയിൽ പോവുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾ കീപ്പർ സേവ് ചെയ്യുക, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ആയി മാറിയാൽ. പക്ഷേ ആളവിടെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ അതാണ് ഈ ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയറിനെ ആവറേജ് പ്ലെയറിൽ നിന്ന് സെപ്പറേറ്റ് ആക്കുന്നത്. ആ ഒരു ടേൺ എടുത്ത് റുഡിഗറിനെ ഫൈൻഡ് ചെയ്യുന്നതാണ്. റുഡിഗറിൻ്റെ ഒരു ക്രോസ്, യോസലുവിൻ്റെ സിമ്പിൾ ടാപ്പിൻ. അതിന് അവിടെ ഒരു ഓഫ് സൈഡ് ചെക്ക് ഉണ്ടായിരുന്നു, ബട്ട് അതിലെനിക്ക് കോൺട്രവേഴ്സികളായിട്ടൊന്നും തോന്നിയില്ല. അവിടെ ചിലർ പറയുന്നത് ഓഫാണ് അല്ല, ദാറ്റ്സ് നോട്ട് ആൻ ഓഫ് സൈഡ്. അങ്ങനെ 2-1 കംബാക്ക് നടത്തുകയാണ്. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ DNA ഈ കംബാക്ക് എന്ന് പറയുന്ന സാധനം അടിച്ചു വെക്കണമെന്നാണ് നോക്കുന്നത്. അവരെ ജേഴ്സിയിൽ എന്നാ പറയുക, അടിച്ചു കയറണം. കംബാക്ക് കിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ബ്രോ. ഓവറോൾ ഡിസർവിങ് വിന്നേഴ്സ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആൻഡ് യൊസലു, സോ ഹാപ്പി ഫോർ യൊസലു. ഇതൊക്കെയാണ് ഫുട്ബോളിൽ, ദിസ് ഈസ് വാട്ട് മേക്സ് ഫുട്ബോൾ ബ്യൂട്ടിഫുൾ. ആരെയും 2-3 വർഷം മുമ്പ് യൊസലു റയൽ മാഡ്രിഡിൻ്റെ മെയിൻ സ്ട്രൈക്കർ ആവും. യൊസലുവിൻ്റെ മികവിൽ ബയൺ മ്യൂണിക്കിനൊക്കെ സെമിയിൽ അടിച്ചിട്ട് റയൽ ഫൈനലിൽ കയറും എന്നൊക്കെ പറയുമായിരുന്നെങ്കിൽ ആരെയും വിശ്വസിക്കുമായിരുന്നു. അതാണ്, നമുക്ക് എന്തും സംഭവിക്കാം, ഫുട്ബോളിൽ എന്തും സംഭവിക്കാം. ഈ റയൽ മാഡ്രിഡ് DNA-ലുള്ളതാണ് ബ്രോ. ഇപ്പം ആവറേജ് പ്ലേയേഴ്സ് പോലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ യോസലു തന്നെ ഏറ്റവും വലിയ ഉദാഹരണം സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതാണ്. അവർക്ക് ആ ഒരു മെൻറ്റാലിറ്റി വരികയാണ്. സോ ഇറ്റ്സ് റയൽ മാഡ്രിഡ് DNA ആൻഡ് കാർലോ ആൻസലോട്ടി ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. ഇന്ന് ആൾ ടാക്ടിക്കലി ഡിസിഷൻസ് എല്ലാം, ഈവൻ ദോ ലാസ്റ്റ് ആണ് കംബാക്ക് നടത്തിയെങ്കിലും ടാക്ടിക്കലി കുറേ ഡിസിഷൻസ് നൈസായിരുന്നു. ആൻഡ് കാർലോ ആൻസലോട്ടി ആസ് ഓൾവേസ്, ഗോളെങ്കിൽ ഗോള്, ഞാൻ അവിടെ ചൂയിങ്കം ചോദിച്ചുകൊണ്ടിരിക്കുവേ, ഒന്നും പറയാനായിട്ടില്ല. ആൻഡ് തോമസ് ട്വിച്ചൽ ഓവറോൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ആളുടെ ടാക്ടിക്കലി ആണെങ്കിലും ആളുടെ ടീമിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും. യെസ്, ചില സിറ്റുവേഷൻസ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ബെർണബേയിൽ വന്ന് 2-1 മോശം റിസൾട്ട് അല്ല. പക്ഷേ ഓവറോൾ തന്നെ ടീമിലെ ചില പ്ലേയേഴ്സിൻ്റെ എസ്പെഷ്യലി അറ്റാക്കിംഗ് സൈഡിലുള്ള ചില പാസുകൾ, ചില ഡിസിഷൻ മേക്കിങ് റിയലി ബാനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് തോമസ് ട്വിച്ചൽ എൻ്റെ ഒത്ത സീസൺ പോവാണ്. എറ്റാനദർ അല്ല, പ്രോബ്ലി ആഫ്റ്റർ എ ലോങ് ടൈം, പ്രോബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരിക്കും എ ട്രോഫിലെസ് സീസൺ ഫോർ ബയൺ മ്യൂണിക്. ആരെയും ഓർത്ത് കാണും അല്ലേ, ഒരു ട്രോഫിലെസ് സീസൺ ഫോർ ബയൺ മ്യൂണിക്. ആൻഡ് നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് സീസൺ എന്താണെന്ന് വെച്ചാൽ കാണാം. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഡിസർവിംഗ് വിന്നേഴ്സ് റയൽ മാഡ്രിഡ്, കൺഗ്രാറ്റുലേഷൻസ് റയൽ മാഡ്രിഡ്, അത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ ബൊറുസിയ ഡോർട്ട്മുണ്ട് വേഴ്സസ് റയൽ മാഡ്രിഡ് അറ്റ് വെംബ്ലി.